ഇത്രയും നേരം ഡാൻസ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നു. ഇപ്പം മുടി വെട്ടുകയാണ് കേട്ടോ. എനിക്ക് വല്യമ്മയാണ് മുടി വെട്ടി തരുന്നത്. അപ്പോൾ ഞാൻ മുടി വെട്ടിയിട്ട് കുറച്ചിങ്ങനെ കാണിച്ചു തന്നാണ്. പിന്നെ ചെറുതായിട്ട് മുടി വെട്ടിയിട്ടുള്ളൂ, നല്ല കാര്യമായിട്ടൊന്നും വെട്ടിയിട്ടില്ല. അപ്പോൾ ഡാൻസ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഈ നട്ട്സൊക്കെ കഴിക്കുമായിരുന്നു. കുറച്ച് ഹെൽത്തി അല്ലേ, അപ്പോൾ അത് കഴിക്കുമായിരുന്നു. പിന്നെ ഗൈസ് ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കാൻ വിചാരിച്ചു, അതുകൊണ്ട് കെട്ടി വെക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ അവിടെ ആരുടെ അടുത്ത് സംസാരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ട് അങ്ങനെ മുടി കെട്ടുകയാണ് കേട്ടോ ഗൈസ്. ഞങ്ങൾ മുടിയൊക്കെ കെട്ടണം, കുറേ നേരം വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്നത് ഗൈസ്. ഇന്ന് വന്നിട്ട് 23 ഗൈസ്, ഇന്നാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ചോക്ലേറ്റൊക്കെ കൊണ്ടുവന്നു. ഇത് ഇന്നലെയാണ് തോന്നുന്നു ഗൈസ്. ഇന്നലെ കറണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നു. പിന്നെ ഗൈസ് ഇത് അടുത്ത ദിവസമാണ് മുഖമൊക്കെ കഴുകി ഞാൻ സെറ്റാക്കിയിട്ട് വരാൻ പറഞ്ഞിട്ട് പൊട്ടൊക്കെ വെക്കാൻ പോയതാണ്. പിന്നെ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്ത് നോക്കി. ഇതൊരു അടിപൊളി ഹെയർ സ്റ്റൈലാണ്. ബട്ട് ഞാൻ ചെയ്തപ്പോൾ കുഴപ്പമില്ലാതൊക്കെ വന്നു, സെറ്റായി. ഒരു സൈഡ് സെറ്റായപ്പോൾ ഇനിയൊരു സൈഡ് ഞാൻ അത് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു, പിന്നെ ഞാൻ അഴിച്ചു. അത് ശരിയല്ല, ഊരി. ഞാൻ അത് ശരിയാവാത്തതുകൊണ്ട് ഞാൻ ഊരിയത്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ വളച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഉള്ളിലിട്ടിട്ട് അങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ ഞാൻ അത് കണ്ടു ഒരു വീഡിയോയിൽ, ഒരു ചേച്ചീൻ്റെ വീഡിയോയിൽ കണ്ടതാണ്. സോ ഞാൻ അതുപോലെ ചെയ്ത് നോക്കാൻ വിചാരിച്ചാണ്. ട്രൈ ചെയ്തു. 2 പ്രാവശ്യം ചെയ്ത് നോക്കി, ശരിയാവില്ല പറഞ്ഞപ്പോൾ ഞാൻ അത് വിട്ടിട്ട് വേറെ ഹെയർ സ്റ്റൈൽ ചെയ്തു. കുഴപ്പമില്ലാതെ ആയിട്ടുണ്ടായിരുന്നു, എന്നാലും എനിക്കത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ആ ഹെയർ സ്റ്റൈൽ. അപ്പോൾ ഞാൻ മാറ്റി ഗൈസ്, വേറെ ഹെയർ സ്റ്റൈൽ മാറ്റി. കുഴപ്പമൊന്നുമില്ല, ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു, എനിക്കത് അത്രയ്ക്ക് ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ ഹെയർ സ്റ്റൈൽ നേരെ മാറ്റി പിടിച്ചു. ഒരു പോണി ടെയിലായിരുന്നു കെട്ടിയിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാൻ ഹെയർ സ്റ്റൈൽ ഇടില്ല, ആ ഒരു ഹെയർ സ്റ്റൈലായിരുന്നു. പിന്നെ ഞാൻ നടന്ന് പോവായിരുന്നു. ഞാൻ ബ്യൂട്ടി പാർലർ വരെ പോയതായിരുന്നു, മഹിമ ബ്യൂട്ടി പാർലറിൽ. എൻ്റെ ഈ മുഖത്തുള്ള മോൾസ് റിമൂവ് ചെയ്യാൻ ഞാൻ അതൊക്കെ റിമൂവ് ചെയ്തു. അവരൊന്ന് വന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. ഞാൻ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേച്ചി ഇത് അവിടെയൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാണ്. മഹിമ എന്നുള്ള ഒരു ബ്യൂട്ടി പാർലറിലേക്കാണ് പോയത്. ഒരു മണ്ഡപമുണ്ട് ഇവിടെ, അപ്പോൾ അവിടുത്തെ ഒരു ബ്യൂട്ടി പാർലറിലാണ് പോയത്. ആ ചേച്ചി ഭയങ്കര ഒരു ഫ്രണ്ട്ലി ടൈപ്പായിരുന്നു. ചേച്ചി നല്ലോണം ചെയ്തൊക്കെ തരുന്നുണ്ടായിരുന്നു, നല്ലോണം ഹെൽപ്പ് ചെയ്ത്. വേദനിക്കണോ എന്ന് ചോദിച്ചിട്ടൊക്കെ ചെയ്തു തരുമായിരുന്നു. നല്ല വേദനിക്കാതെ തന്നെയാണ് ചെയ്തത്. പിന്നെ ഒരുമാതിരി എൻ്റെ കുരുപോലെ വന്നു മുഖത്ത്. കുരുപോലെ മീൻസ് ഒരുമാതിരി അത് അങ്ങനെ ഉണ്ടാവും പറഞ്ഞു. ഒരു ദിവസത്തേക്ക് സോപ്പിട്ട് കഴുകാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മെഹന്തി വെച്ച് കൊടുക്കുകയാണ് വല്യമ്മയ്ക്ക്. പിന്നെ അത് വെച്ച് കഴിഞ്ഞു, ഞാൻ സെറ്റാക്കി. ഒരു എനിക്ക് തോന്നിയ ഡിസൈനാണ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നത്. കുഴപ്പമില്ലാതെ വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിലായിരുന്നു നല്ലോണം സെറ്റായത്, ബാക്കിലത്തെ ഡിസൈൻ അടിപൊളിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ കയ്യിലൊന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിൽ പക്ഷെ ശരിയായില്ല. പിന്നെ ഞാൻ എൻ്റെ ഒരു കസിൻ്റെ കയ്യിലായിരുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ബാക്കിലും ഫ്രണ്ടിലും ആയിട്ട്. ബാക്കത്തെ ഡിസൈൻ അടിപൊളിയായി. അപ്പം ഞാൻ പുതിയ സൺസ്ക്രീൻ വാങ്ങിച്ചായിരുന്നു. അപ്പം ഞാൻ അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ലോട്ടസിൻ്റെ ഒരു സൺസ്ക്രീനാണ് കേട്ടോ. എന്നാൽ ലോട്ടസ് ഹെർബൽസിൻ്റെ സേഫ് സൺ എന്ന് പറഞ്ഞ സൺസ്ക്രീനാണ്. ഇത് അടിപൊളിയാണ് കേട്ടോ ഗൈസ്. PA++. ഇതാ എന്താണ് സ്ട്രോബെറിൻ്റെ പിക്ചറൊക്കെ കൊടുത്തിട്ടുള്ള. ഞാൻ ആദ്യമായിട്ടാണ് സൺസ്ക്രീൻ തന്നെ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് വരാം ഞാൻ. അപ്പോൾ ഗൈസ് ഞാനിതൊന്ന് യൂസ് ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ. നല്ല ഒരു എന്താ പറയുക, നല്ല സ്മെല്ലുണ്ട് കേട്ടോ അത്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാൻ പോവാണ്. എനിക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പോലും അറിയില്ല ഗൈസ്. ഞാൻ ഇതുവരെ സൺസ്ക്രീനിന് ഉപയോഗിച്ചിട്ട് തന്നെ ഇല്ല. ഞങ്ങളിന്നൊരു സിനിമയ്ക്ക് പോകാമെന്നൊക്കെ പ്ലാൻ ഇട്ടതായിരുന്നു, ക്യാൻസലായപ്പോൾ ഞാൻ വെറുതെ ഇട്ട് കാണിക്കാൻ വിചാരിച്ചു. ഞാൻ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം ഗൈസ്. തന്നെ കണ്ടാൽ അറിയാം ഗൈസ്, നല്ലൊരു ഗ്ലോ തരുന്നുണ്ട്. ഈ ഒരു സൺസ്ക്രീൻ തന്നെ നല്ലൊരു ഗ്ലോ തരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി.
ഞാൻ ഇതിപ്പോൾ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ ഇത് പുതിയതാണ്. ഞാൻ ഇനിയൊരു ഒരെണ്ണം ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട് സൺസ്ക്രീന്. 1 മാസമായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പോഴാണ് റിവ്യൂ എടുക്കുന്നത്. ഞാൻ മറന്നുപോയി, ഇപ്പോഴാണ് ഞാൻ റിവ്യൂ എടുക്കുന്നത്. ഇതൊരു അടിപൊളി സംഭവമാണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ലോട്ടസിൻ്റെ. ഞാൻ റിവ്യൂ എടുക്കാൻ വിട്ടുപോയി, ഇപ്പോഴാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യാം. വാച്ചിങ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാണാം. ബൈ.